നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഫൈനലിലെത്തിയിട്ടുണ്ട്. ഇന്നലെ ബംഗ്ലാദേശിനെ 41 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഒറ്റക്കളിയും തോൽക്കാതെ നമ്മൾ ഫൈനലിൽ. പക്ഷെ എല്ലാം ഓക്കെ അല്ല എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ ഇന്നലത്തെ ബംഗ്ലാദേശിനെതിരെയുള്ള കളിയിൽ വന്ന എറേഴ്സൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നു ഏഷ്യയിൽ ഇന്ത്യൻ ടീമിനോട് കിടപിടിക്കാൻ പറ്റിയ ടീമുകളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിജയിച്ചു പോകുന്നത്. ഓസ്ട്രേലിയയും അതുപോലെ ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും ഒക്കെയുള്ള ടൂർണമെൻറ്റ് വരുമ്പോൾ പണി കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെയാണോ സംഭവം? എന്താണ് ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ വന്നിട്ടുള്ള എറേഴ്സ്? അത് കുറേയൊക്കെ നമ്മൾ എന്തിനോ വേണ്ടിയിട്ടുള്ളൊരു റിഹേഴ്സൽ പോലെ കാര്യങ്ങൾ കാണുന്നു. എന്തിനോ വേണ്ടിയിട്ടല്ല, അടുത്ത വേൾഡ് കപ്പിനുള്ള റിഹേഴ്സൽ പോലെ കാര്യങ്ങൾ കാണുന്നു എന്നൊരു സൂചന കൂടിയുണ്ട്. താരങ്ങളെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പുഷ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബിഗ് നൈറ്റിൽ പോയിട്ടൊരു അപ്സെറ്റ് ഉണ്ടാവാതിരിക്കാൻ താരങ്ങൾ ഒരുക്കിയെടുക്കുക. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കുകയാണ്. ബംഗ്ലാദേശിനെതിരെ നമ്മൾ 41 റൺസിൻ്റെ നല്ല മാർജിനിലെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഓർഡർ ബാറ്റിംഗ് വളരെ പരിതാപകരമായിരുന്നു. അതോടൊപ്പം നന്നായിട്ട് ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്തു എന്ന കാര്യം മറക്കണ്ട. പിന്നെ ഫീൽഡിങ് പരിതാപകരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ആകെ ഈ ടൂർണമെൻറ്റിൽ ഏഷ്യ കപ്പിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ വിട്ട ടീം ഏതാണെന്നറിയാമോ? അത് ടീം ഇന്ത്യയാണ്. 12 ക്യാച്ചുകളാണ് നമ്മുടെ ടീം വിട്ടിട്ടുള്ളത്. മോസ്റ്റ് ബൈ എനി ടീമാണ്. 11 ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ഹോങ്കോങ് ആണ് ഈ കാര്യത്തിൽ രണ്ടാമത്. അപ്പോൾ ഹോങ്കോങ്ങിനെ പോലും മറികടന്ന് ഏറ്റവും അധികം ക്യാച്ചുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ക്യാച്ചിങ് എഫിഷ്യൻസി ഈ ടൂർണമെൻറ്റിൽ 67.5%. ദാറ്റ് മീൻസ് സെക്കൻഡ് വേഴ്സ്റ്റ് ഓൺലി ടു ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് ആണ് ഇതിനേക്കാൾ മോശമായിട്ടുള്ളൊരു ക്യാച്ചിങ് എഫിഷ്യൻസി ഉള്ളത്. അപ്പോൾ മോശം ക്യാച്ചിങ് ആണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നമ്മൾ കാണിക്കുന്നത്. ഇന്നലെ അത് പലവട്ടം കണ്ടു. അതിൻ്റെ ബലത്തിൽ കൂടിയാണ് സൈഫ് ഹസൻ 69 റൺസ് അടിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ വരുൺ ചക്രവർത്തി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ടീം അടുത്ത വേൾഡ് കപ്പ് വരെയുള്ള ഒരു മിഷൻ എന്ന രൂപത്തിലാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫീൽഡിങ്ങിനെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട രൂപത്തിലേക്ക് കാണണം. ഫീൽഡിംഗ് കോച്ചിന് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ടാകും. കഴിഞ്ഞ മത്സരത്തിൽ അധികമൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ കളിക്ക് ശേഷം എന്തായാലും അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു? ഇപ്പോൾ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന രൂപത്തിലുള്ള ആ ഫ്ലഡ് ലൈറ്റ്സ് അത് ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എക്സ്ക്യൂസ് നമുക്ക് പലതരത്തിൽ പറയാം. ഒരു ടീം എന്ന നിലയിൽ ഈ സിറ്റുവേഷനോടൊക്കെ നമ്മൾ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും റിംഗ് ഓഫ് ഫയർ അത് കുറച്ച് ചാലഞ്ചിങ് ആവുന്നുണ്ട്. കാരണം നമ്മുടെ ഐസൈറ്റിലേക്ക് ഒരു വെളിച്ചം വരുന്ന പോലുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതിനോട് നമ്മളൊന്ന് അക്ലമൈറ്റൈസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അതും ഇവിടെ ഒരു പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പോലും അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കേണ്ടതില്ല. അതുമാത്രമല്ല ക്യാച്ചുകൾ ഡ്രോപ്പ് ആവാനുള്ള കാരണം എന്നുള്ളതും വ്യക്തമാണ്. സോ ഫീൽഡിങ് മെച്ചപ്പെടുത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് ക്യാച്ചിങ് എഫിഷ്യൻസി വർദ്ധിപ്പിച്ചേ പറ്റൂ. അതാണ് ടീം ഇന്ത്യക്ക് ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്റിംഗ് മിഡിൽ ഓർഡർ, ഇപ്പോൾ ഈ ടോപ്പ് ഓർഡറിലുള്ള വെടിക്കെട്ടാണ് പലപ്പോഴും നമ്മളെ അങ്ങനെ മികച്ച സ്കോറിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ആ ഒരു പ്രകടനമൊക്കെ കാണുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഒരു 100-200 റൺസിലേക്ക് എത്തും എന്ന് തോന്നിയതാണ്. അത് സംഭവിച്ചില്ല. 168 എന്ന് പറയുമ്പോൾ ഇന്നലെ അത് ഒട്ടും മികച്ച സ്കോറല്ല. പക്ഷേ അവിടെയും ഈ വേൾഡ് കപ്പിന് ഉള്ള ഒരു മിഷൻ എന്ന് പറഞ്ഞല്ലോ വരുൺ ചക്രവർത്തി, ആ വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില റിഹേഴ്സലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വേൾഡ് കപ്പ് തൊട്ടരികിലേക്ക് എത്തുകയാണ്. അടുത്ത ഫെബ്രുവരിയിലാണ് വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ഉള്ളത്. സോ ഈ ബാറ്റിംഗ് പൊസിഷൻ ഷഫിൾ ചെയ്യുന്നതും ഓവേഴ്സ് റീഅലോക്കേറ്റ് ചെയ്യുന്നതും പ്ലെയേഴ്സിനെ അവരുടെ അൺകംഫർട്ടബിൾ സ്പോട്ടിലേക്ക് പുഷ് ചെയ്യുന്നതൊക്കെ അതിനു കൂടി വേണ്ടിയിട്ടാണ്, അതിന് തയ്യാറാക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ഐഡിയ വളരെ ക്ലിയറാണ്. വേൾഡ് കപ്പ് ഈസ് അറൗണ്ട് ദി കോർണർ
ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ബി കോട്ട് ഓഫ് ഗാർഡ് ഓൺ എ ബിഗ് നൈറ്റ്. ഒരു ബിഗ് നൈറ്റിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്ന ദിവസം എല്ലാം കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നേരത്തെ തന്നെ അതിന് പ്രിപ്പയർഡ് ആവുന്ന രൂപത്തിലാണ് ഇപ്പം ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എല്ലാം നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ചില കളികളിൽ അത് ഒരു മെസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷേ അതല്ല, ഭാവിയിലേക്ക് കൂടി കാര്യങ്ങളെ കണ്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയാണ് ടോസ് നഷ്ടപ്പെട്ട ഘട്ടത്തിൽ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്, ടോസ് നഷ്ടപ്പെട്ടു, ബംഗ്ലാദേശ് അവർ ബോൾ ഫസ്റ്റ് വിളിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ടോസ് കിട്ടിയിരുന്നെങ്കിലും ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കരുതുന്നത് ആ ഘട്ടത്തിൽ അങ്ങനെ എതിരാളികൾക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് കൊടുക്കാതിരിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില നിരീക്ഷണങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇത് ആ പിച്ചിലും മറ്റുമൊക്കെ ആദ്യം ബാറ്റ് ചെയ്യുക, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതിനൊരു റിഹേഴ്സൽ എന്ന രൂപത്തിൽ ചെയ്യുന്നതാണ് എന്ന്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒമാനെതിരെ പോയിട്ട് ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അബുദാബിയിലാണ്. ഒമാനെ പോലെയല്ല ബംഗ്ലാദേശ്, കുറച്ചുകൂടി ശക്തരായിട്ടുള്ള എതിരാളികളാണ്. അബുദാബി അല്ല ദുബായിലെ പിച്ചിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും ഗ്രൗണ്ടിൻ്റെ സ്വഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരുന്നെങ്കിൽ അതെന്ത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ ഈ ടീം ഇന്ത്യ ആഗ്രഹിക്കുന്നു. അത് അടുത്ത വേൾഡ് കപ്പിനുള്ള റിഹേഴ്സൽ പോലെ കാണുന്നു എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ബൗളിങ്ങിൻ്റെ കാര്യത്തിലും നമ്മളത് കണ്ടല്ലോ. ബൗളിങ്ങിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ 4 ഓവറുകൾ ശിവൻ ദ്യൂബെ ബോൾ ചെയ്യുന്നത് കണ്ടു. അക്സർ പട്ടേൽ 1 ഓവർ എറിഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ അക്സർ 4 ഓവർ എറിഞ്ഞു, ദ്യൂബെ ആകെ 1 ഓവറാണ് ബോൾ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഷഫിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മിഡിൽ ഓർഡറിൽ ഈ ഷഫിളിങ് അത്ര ഗുണകരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ വന്നിട്ടില്ല. ദ്യൂബെ 2 റൺസ്, സൂര്യ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഔട്ട് ഓഫ് ഫോമാണ്, അദ്ദേഹം 5 റൺസ്, തിലക് വർമ്മ 5 റൺസ്, അക്സർ പട്ടേൽ 15 പന്തിൽ നിന്ന് 10 റൺസ്, സഞ്ജുവിനെ ഇറക്കിയതില്ല. അപ്പം ഈ ബാറ്റിങ്ങിലും ഈ രൂപത്തിലുള്ള ഷഫ്ലിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതും ഇത്തരത്തിൽ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നേരെ പോയിട്ട് അങ്ങ് റണ്ണടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. നേരെ അങ്ങ് ഇറങ്ങുക, വലിയ രൂപത്തിൽ സ്കോർ ചെയ്ത് പോവുക എന്നുള്ളത് സാധിച്ച ഒരു പിച്ചായിരുന്നില്ല. എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ അഭിഷേകും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ആദ്യത്തെ 3 ഓവറുകളിൽ റണ്ണ് വരുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം നോക്കണം. ന്യൂ ബോൾ കൃത്യമായിട്ട് സീം ചെയ്തു, സിങ് ചെയ്തു. സോ അതൊരു ഫ്രഷ് പിച്ച് കൂടിയായിരുന്നു. ദുബായിൽ ഈ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് ബോൾസ് കൃത്യമായിട്ട് ബാറ്റിലേക്ക് വരുന്നുമുണ്ടായിരുന്നില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിലൊക്കെ വന്ന ബാറ്റർമാർക്ക് നേരെ അങ്ങ് അവരുടെ ഇന്നിങ്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. മാത്രമല്ല ഔട്ട്ഫീൽഡിൻ്റെ ഒരു അവസ്ഥ, ഒരു ലൈറ്റ്നിങ് ക്യൂക്ക് ഔട്ട്ഫീൽഡൊന്നും ആയിരുന്നില്ല. ഒരു സാൻഡ് ബേസ്ഡ് ഹെവി ആയിട്ടുള്ള ഔട്ട്ഫീൽഡാണ്. അപ്പോൾ അവിടെ ബൗണ്ടറികൾ നേടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടായിരുന്നു. ബൗണ്ടറീസ് നിങ്ങൾ നോക്കുക, 2 ടീമിനും ബൗണ്ടറീസ് ഡ്രൈഡ് അപ്പ് ആയിരുന്നു. ഇന്ത്യ ആകെ 5 ഫോറുകളാണ് പവർ പ്ലേക്ക് ശേഷം അടിച്ചത്, 5 ഫോറുകൾ. അതിലൊന്ന് അഭിഷേക് ശർമ്മയുടേതായിരുന്നു, ബാക്കി 4 ഹാർദിക് പാണ്ഡ്യയുടെ വകയാണ്. അപ്പോൾ അത് നോക്കേണ്ടത് 6 ഓവറിന് ശേഷം ആകെ വന്നിട്ടുള്ളത് 5 ഫോറുകളാണ്. ബംഗ്ലാദേശിൻ്റെ അവസ്ഥയിൽ അങ്ങനെ തന്നെയാണ്. അവർ 5 സിക്സറുകൾ അടിച്ചു പവർ പ്ലേക്ക് ശേഷം, ശരിയാണ്, പക്ഷേ ഒരേ ഒരു 4 വന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഹൈ റിസ്ക് ഷോട്ടുകൾ മിഡിൽ ഓവറുകളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോൾ വിക്കറ്റുകൾ വീഴുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇതുതന്നെയാണ് ബംഗ്ലാദേശിനും ഉണ്ടായത്. ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ സ്കിൽസിന് മുന്നിൽ അവർക്ക് വിക്കറ്റുകൾ ആ ഘട്ടത്തിൽ വീണ് പോവുകയും ചെയ്തു. പാകിസ്ഥാനും ഇതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാഴ്ചയുണ്ട്. 4 അടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കാഴ്ച. അവർ 8 സിക്സറുകൾ അടിച്ചു ഫീൽഡ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, പക്ഷേ 2 ഫോറുകൾ മാത്രമാണ് അടിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളവിടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങളിങ്ങനെ റിഹേഴ്സലും അല്ലെങ്കിൽ പരീക്ഷണങ്ങളും ഒക്കെ തുടരുന്നുണ്ട്. അപ്പോൾ അതിന് ഇടയിൽ ഇത്തരത്തിലുള്ള ചില എററുകൾ വരും. അപ്പോൾ ഈ എററുകൾ വരുമ്പോൾ ഇപ്പോൾ എല്ലാം എററുകൾക്കും ഇങ്ങനെ റിഹേഴ്സൽ, വേൾഡ് കപ്പിനുള്ള ഒരുക്കം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല അതിനുള്ള ഉത്തരം. കാരണം
കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ള ഒരു എതിരാളികൾക്കെതിരെ ഈ മാർജിൻ ഒന്നുകൂടി നേരോ ആവുന്ന ഘട്ടത്തിൽ ഇത്തരം എററുകൾ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും ഇത്തരം എററുകൾക്ക്. അപ്പോൾ അത് തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തി പറഞ്ഞ പോലെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ടീമിൻ്റെ തിങ്ക് ടാങ്ക്സ് നടത്തും. അത് വരും മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ട് ടീം ഇറങ്ങും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏത് ടീമിനെതിരെയും എങ്ങനെ എറേഴ്സ് വരുത്തിയാലും നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ സ്പിന്നേഴ്സിൻ്റെ ക്വാളിറ്റി അത് എന്ത് ഗ്യാപ്പും കവർ ചെയ്ത് പോകുന്നുണ്ട്. അത് വെച്ച് നമ്മൾ കളി വിജയിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എല്ലാം ഓക്കെയാണെന്നല്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ കരുതാം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരേ ലൈനിൽ അങ്ങ് പോകാതെ കുറേ ഷഫ്ലിങ്ങും കുറേ റിഹേഴ്സൽ രൂപത്തിൽ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കൊണ്ടുകൂടിയാണെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത കളിയിൽ ഒരുപക്ഷെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ടീം ഇന്ത്യ മുതിർന്നേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.